ഹായ് മക്കളെ, നമുക്കുണ്ടല്ലോ ഈ വാങ്ങണ കെമിക്കൽ ഡൈ അലർജി ഉള്ളവരെ അങ്ങനെയുള്ളവർക്ക് ഞാൻ നല്ലൊരു ഡൈ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മളെ ഡൈ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടോ നിങ്ങൾ കണ്ടോ. ഇത് രണ്ട് തരത്തിലുണ്ടാക്കാം കേട്ടോ, കാണിച്ചു തരാം. ഒരു തരത്തിലുള്ള ഡൈ കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ കലക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കട്ടൻ കാപ്പി കണ്ടോ, കടുപ്പത്തിൽ കുറച്ച് കട്ടൻ കാപ്പി കണ്ടല്ലോ. നമ്മൾ കട്ടൻ കാപ്പി കുറച്ച് അലോവേരയും കണ്ടല്ലോ, ഈ അലോവേര കണ്ടല്ലോ, കട്ടൻ കാപ്പി അലോവേരയും കൂടി നമുക്കൊരു ഡൈ ഉണ്ടാക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ 2 തവണ തേക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ല ഡൈ ആയി കണ്ടോ. ഇത് നിങ്ങൾ എണ്ണ ഇല്ലാത്ത മുടിയിൽ തേച്ചിട്ട് 1 മണിക്കൂർ നേരം നിന്നിട്ട് നിങ്ങൾക്ക് കഴുകി കളയാം. കണ്ടോ, ഒരു ഡൈ ഇതാണ് കേട്ടോ. കണ്ടോ, ഈ ഡൈ ആഴ്ചയിൽ ഇങ്ങനെ 2 പ്രാവശ്യം തേക്കാം. ഇനി ഒരു ഡൈ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് ഇങ്ങനെ 1 മണിക്കൂർ വയ്ക്കണവർക്ക് മാത്രം. ഇത് അലർജി ഒന്നും ഇല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കി വെക്കാം. ഇങ്ങനെ പൊടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ ഇങ്ങനെ പൊടി ഉണ്ടാക്കി വെക്കാം. നിങ്ങൾക്ക് വേണ്ട സമയത്ത് എടുത്ത് ഉപയോഗിക്കാം. ഇനി വേറൊരു തരം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് പോകണ സമയത്ത് ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ അലോവേര എടുക്കുക, ഇങ്ങനെ പൊടി ചെറിയൊരു ബൗളിൽ എടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇത് നന്നായിട്ട് കലക്കുക. കണ്ടോ കണ്ടോ. ഇത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ടുള്ള മുടിയിലാണ് കേട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഡൈ ഒന്നും അടിക്കാൻ പറ്റാത്തവർക്ക് അലോവേരയും കണ്ടോ ഈ ഡൈയുടെ പൊടിയും കൂടിയും കൂട്ടിയിട്ട് നല്ല ഇൻസ്റ്റൻ്റായിട്ട് നല്ല കറുപ്പാണ് കേട്ടോ. കാണാല്ലേ നിങ്ങൾക്ക്, നല്ല കറുപ്പാണ് കേട്ടോ. ഇതിൻ്റെ ബ്രഷിൻ്റെ കളറും ഇതും തമ്മിൽ നമുക്ക് കാണുന്നില്ല. കണ്ടല്ലോ, കണ്ടോ കണ്ടോ. ഈ സാധനം നമ്മൾ മുടിയിൽ തേക്കുക. ഡൈ അലർജി ഉള്ളവർക്ക് വാങ്ങണ ഡൈ ഒക്കെ പലവർക്കും അലർജി അല്ലേ. അങ്ങനെ അലർജി ഉള്ളവർക്ക് നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള ഡൈ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയോ. കണ്ടോ, ആദ്യം വേണ്ടത് നമ്മളെ കറുത്ത എള്ള്, പിന്നെ നമ്മളെ ഫ്ലാക്സ് സീഡ്, പിന്നെ നമ്മളെ കരിഞ്ജീരകം, പിന്നെ നമ്മളെ മല്ലി, പിന്നെ നമ്മളെ ഉലുവ, പിന്നെ നമ്മളുടെ ഗ്രാമ്പൂ, പിന്നെ നമ്മളെ ഉഴുന്ന്. ഇനിയും വേണം കേട്ടോ, കഴിഞ്ഞിട്ടില്ല സാധനങ്ങൾ. ഇനി നമ്മളെ കണ്ടോ ചായപ്പൊടി, പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കണ്ടോ, നമ്മളെ തവിട് കണ്ടോ, നെല്ല് കുത്തണ തവിട്, നമ്മളെ നെല്ല് കുത്തണ തവിട്. ആദ്യം നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ. ആദ്യം നമുക്ക് വേണ്ട ചെമ്പരത്തിയുടെ ഇല കണ്ടോ. ഇതൊക്കെ കഴുകി വെയിലത്ത് വെച്ചിരുന്ന കേട്ടോ, വെള്ളം പോവാൻ ചെമ്പരത്തിയുടെ ഇല. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവ്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടോ പേരയുടെ ഇല കണ്ടല്ലോ, പേരയുടെ ഇല. പിന്നെ ഇതുണ്ടത് ഉണങ്ങിയതാണ് കേട്ടോ, അത് നല്ലതാണ്. കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി തുളസിയാണ് കേട്ടോ, തുളസി, ഒരു പിടി തുളസി. അപ്പോൾ നമുക്ക് നീർവീഴ്ച വരാതിരിക്കാനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പേരയാണ്. ഇനി നമുക്ക് വേണ്ട കുറച്ച് കറിവേപ്പില കണ്ടല്ലോ. ഇതൊന്ന് ചൂടായി അതിൻ്റെ ഇലക്ക വേറെ വരും കേട്ടോ, തണ്ട് വേറെ വരും കേട്ടോ, ഇല ഇതിൽ ശരിയാവും. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് കണ്ടല്ലോ. ഇത് നമ്മൾ വലിയ തണ്ട് മാറ്റിയിട്ട് ഇങ്ങനെ പിച്ചിട്ട് അതിലേക്ക് ഇടണം. ഇപ്പം തന്നെ പൊടികൾ ഇടാനായിട്ടില്ല കേട്ടോ, ഈ ഇല ഒന്ന് വാടട്ടെ, എന്നിട്ട് നമുക്ക് പൊടികളിടാം. ഇല അതിൽ കടന്ന് വാടട്ടെ. ഇനിയുണ്ട് കേട്ടോ, അത്ര മതി നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് നീലമരിയുടെ പൊടി, പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയുടെ പൊടി, നെല്ലിക്ക കണ്ടോ, നെല്ലിക്ക. പിന്നെ നമുക്ക് വേണ്ടത് മൈലാഞ്ചി, മൈലാഞ്ചി നമുക്ക് പച്ചില കിട്ടാണെങ്കിൽ നീലമരി, മൈലാഞ്ചി, നെല്ലിക്ക നമ്മൾക്ക് പൊടിയായിട്ട് തന്നെ നമ്മളോട് ഉള്ളൂ. നീലമരി ഇതൊന്നും മൈലാഞ്ചി ഒന്നും നമ്മളോട് ചെടിയില്ല, അതുകൊണ്ടൊക്കെ നമ്മൾ പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ ഇതിൻ്റെ തണ്ടൊക്കെ ഇത് ചൂടായപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ കിട്ടി കണ്ടല്ലോ. ഇനി അതുപോലെ ഇനി പേരടിയും കൂടി തണ്ടെടുക്കണ്ട കണ്ടോ, അല്ല വേഗം പോരും കണ്ടോ. ഇനി ഇല ഒന്നും ഇങ്ങനെ കറക്കാൻ തുടങ്ങട്ടെ, അപ്പോൾ നമ്മൾ മറ്റു ചേരുവകൾ ചേർക്കും. അപ്പോൾ നമ്മൾ കരിഞ്ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടി നന്നായിട്ട് കറക്കാനും തഴച്ച് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ ഇതൊന്നും കൂടി വാടട്ടെ. കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ കുട്ടികളെ
നമ്മളെ പുതിയ മുടി കിളിർക്കുക, നല്ല കറുപ്പോട് കൂടി വളരും കേട്ടോ. അതേപോലെ നമ്മൾ ഉലുവയാണ് ഒന്ന് മുടിക്ക് നല്ല കറുപ്പും തിളപ്പും താരനൊക്കെ മാറും. അതുപോലെ തന്നെ കറുത്ത എള്ള എന്താ വെച്ചാൽ അകാലനര മാറും. അത് ആയുർവേദത്തിൽ അകാലനര മാറ്റാനുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചേർക്കണമെന്ന് വെച്ചാൽ ഉഴുന്നാണ്. മുടിവേരുകൾക്ക് നല്ല ബലം കൂട്ടാൻ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളെ മല്ലി കണ്ടിട്ടില്ലേ, മല്ലി, അത് നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പായിട്ട് മുടി നല്ലതായിട്ട് കറുത്ത് വളരും. പിന്നെ നമ്മൾ ചണവിത്ത് കൂട്ടണ എന്തിനാണെന്നറിയോ, മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടിക്ക് നല്ല തിളക്കം കൂട്ടാൻ. പിന്നെ നമ്മളെ നീലമരി, നെല്ലിക്ക വിറ്റാമിൻ സി ആണ്. നീലമരി നമ്മളെ മുടി നന്നായി കറക്കാൻ, അതുപോലെ തന്നെ നമ്മളെ മൈലാഞ്ചി ഒക്കെ മുടി കറക്കാൻ കൂട്ടുന്നതാണ്. കറിവേപ്പില, പേരയില, ഇതൊക്കെ നമ്മളെ മുടി നന്നായി കറക്കാൻ സഹായിക്കും. മുരിങ്ങ ഇല എല്ലാം കേട്ടോ. അതിൽ നമ്മൾ മൈലാഞ്ചിയും നീലമരിയും ഹെന്ന അതും നമ്മൾ പൊടിയാണ് ചേർക്കണത്. നമ്മൾ കുറച്ച് തവിടുണ്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മിനുസം കിട്ടാനും. പണ്ട് മുതൽ തന്നെ വീട്ടിലെ അമ്മയൊക്കെ തവിട് ഇങ്ങനെ കൂട്ടുണ്ടാക്കിയിട്ടാട്ടോ അമ്മ മുടി കറുപ്പിച്ചിരുന്ന്. എവിടേക്കെങ്കിലും പോകുമ്പോൾ അമ്മ മുൻഭാഗത്തെ മുടി മാത്രമേ കറുപ്പിക്കുള്ളൂ എൻ്റെ അമ്മ, അല്ലാതെ ഡൈ ആയിട്ട് അടിക്കില്ല. അത് ഡൈ ആയിട്ട് അടിക്കാൻ കട്ടൻ കാപ്പിയിലാട്ടോ ഉണ്ടാക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. 2 തരത്തിൽ നമുക്ക് ഇതുകൊണ്ട് ഡൈ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതൊക്കെ ഇതിലിടുകയാണേ. നമ്മളെ എള്ളിട്ടു, ഫ്ലാക്സ് സീഡ് ഇട്ടു, ഉഴുന്നിട്ടു, പുകയിന് കുട്ടികളെ, ഉലുവട്ടു, കരിഞ്ചീരകം ഇട്ടു, മല്ലി ഇട്ടു, ഗ്രാമ്പു കണ്ട. ഇനി എല്ലാം കൂടി ഒന്ന് കറുക്കട്ടെ. പാകമായി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി നീലമരിപ്പൊടി ഇടുക കേട്ടോ. നമ്മള് അത് മുഴുവൻ ഇടണമായിരിക്കും. നമുക്ക് പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. നെല്ലിക്കപ്പൊടി ഇടണം. ഇതാ ഹെന്ന കണ്ട, മൈലാഞ്ചിപ്പൊടി, ഇനി അത് കൈയെടുക്കാതെ ഇളക്കണം പൊടികൾ ഇട്ടതിൻ്റെ ശേഷം ആകുമ്പോൾ. അപ്പോൾ ഈ പാകാട്ട പാടുള്ളൂ. ഇലകളൊക്കെ ഒന്ന് ബ്രൗൺ ആവുക കണ്ടോ, അല്ലാതെ കറക്കരുത് കേട്ടോ. പാകത്തിനൊരു ബ്രൗൺ കളറേ പാടും. കണ്ടല്ലോ പൊടികളൊക്കെ കറക്കും. അപ്പോൾ ഇനി നമ്മളിത് പാകമായി വാങ്ങി വെക്കുകയാണ്. ഇനി ചൂടാറട്ടെ കേട്ടോ. കളറുള്ള കാപ്പി വേണം കേട്ടോ. 2 ടീസ്പൂൺ പറഞ്ഞൊരു കുറച്ച് കാപ്പി വേണം. നമുക്ക് എത്ര വേണം വെള്ളം വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് കാപ്പിയിലാണത് നമ്മൾ കലക്കുക. പിന്നെ നമ്മൾ മിനുക്കുണ്ടാവാൻ വേണ്ടി കുറച്ച് അലോവേര ജെല്ലും ഇതിലേക്ക് കൂട്ടാം കേട്ടോ. കണ്ടോ നല്ല ഡാർക്ക് കളറിലായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇലകളൊക്കെ നന്നായി കരിഞ്ഞു. ഇത് നമ്മൾ മിക്സിയിൽ ഇട്ട് പൊടിക്കുകയാണ് കേട്ടോ. തണുത്തതിൻ്റെ ശേഷമാണ് എല്ലാവരും പൊടിക്കാവുള്ളൂ കേട്ടോ. നല്ല തണുത്തു. നമ്മൾ ഇതിലേക്ക് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ആ ചട്ടി തന്നെ വെച്ചിട്ട് ചൂടാറണേ ഇല്ല. അപ്പോൾ അത് നമ്മളെ നല്ല ശീല പൊടിയായി കേട്ടോ. കണ്ടോ ഇങ്ങനെ നല്ല പൊടിയാക്കണം. അപ്പോൾ നമുക്കിത് ഒരു പ്രാവശ്യത്തിനൊന്നും അല്ല ഉള്ളൂ കേട്ടോ. പൊടിക്കുമ്പോൾ ഇത്തിരി തോനെ പൊടിച്ചാൽ നമുക്ക് നല്ലതാണ്. കണ്ടല്ലോ ഇത് നല്ല കണ്ടോ എന്താ ഇതിൻ്റെ കറുപ്പ് കണ്ടല്ലോ, നല്ല ബ്ലാക്ക് ആയിക്കണം. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ അതിലെ കണ്ടില്ലേ, എല്ലാവരും എല്ലാം കാണണം കേട്ടോ. അപ്പോൾ ഇത് 2 തരത്തിൽ തേക്കാം കേട്ടോ. ഞാൻ 2 തരത്തിൽ ഡൈ ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. കൈ കഴുകി വരട്ടെ. എന്നിട്ട് ഞാനിതാ ഇപ്പം എൻ്റെ മുടി ഞാൻ തേച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ എൻ്റെ മുടിയിൽ ഇനി തേക്കണത്. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ഒരുപോലെ തേച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കാൻ വയ്യാത്തവർക്ക് ഇങ്ങനെ കലക്കിയതിന് ശേഷം ബ്രഷിലെടുത്തിട്ട് നമ്മളുടെ തലയുടെ ഈ വകച്ചിൽ കണ്ടില്ലേ, എൻ്റെ നരച്ചെന്ന് കണ്ടോളൂ കേട്ടോ. കണ്ടോ എൻ്റെ നരച്ചെന്ന് കണ്ടോ. ഞാൻ ചെയ്യണ പൊടിക്കൈകൾ പറഞ്ഞു തരാണേ. ഇത് ഈ വകച്ചിൽ കൂടെ തേച്ചിട്ട് നമ്മൾ ആ ചീന്തി വെച്ചാൽ തീരെ അറിയില്ല കേട്ടോ. എൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നരച്ചെന്നു, പക്ഷെ അതൊന്നും ഞാൻ തേക്കാറില്ല. പുറമെ മാത്രം തേച്ചിട്ടാണ് ചീന്തി വെക്കല പതിവ്. ഇനി വെയ്ക്കണവർക്ക് ഇത് 1 മണിക്കൂർ വെക്കാം കേട്ടോ. മുടിക്ക് യാതൊരു കേടുമില്ലാത്ത സാധനങ്ങളാണ് നമ്മളിന്ന് ഡൈ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ട് കഴുകി കളയാം നോർമൽ വെള്ളത്തിൽ.
പക്ഷേ എനിക്ക് നീരിറക്കം വരും, നീലമരിയും ഒന്നും എനിക്ക് പറ്റില്ല. എനിക്ക് അപ്പോൾ ജലദോഷം വരിക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരും, അപ്പം തന്നെ കഴുകി കളയുക. എനിക്ക് പറ്റണില്ല, എനിക്ക് തൊണ്ടവേദനയും ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ കാരണം ഒരു ഡൈയും തേക്കാൻ പറ്റുന്നില്ല. ഞാൻ സൂത്രപ്പണികൾ ചെയ്യും. ഇത് കൂടെ മാത്രം തേച്ച് ചീന്തി വെച്ചിട്ട് എവിടേക്കേലും പോകും. അല്ലെങ്കിൽ നമ്മൾ ബദാം ചുട്ടിട്ട് ഞാൻ അതിനെ കലക്കും. അതും നമുക്ക് അലോവേരയിലോ വെളിച്ചെണ്ണയിലോ എന്തിന് വേണമെങ്കിലും കലക്കാട്ടോ, നിങ്ങളെ സൗകര്യം പോലെ കലക്കലൊക്കെ. എന്നിട്ടും ചീന്തി വെക്കുക, അങ്ങനെ കേട്ടോ ഞാൻ പതിവ്. അപ്പോൾ നമുക്കിത് തേച്ചിട്ട് ചീന്തി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇപ്പം നമ്മൾ ഈ തേച്ചോടം കണ്ടോ? കാണാല്ലേ? ഇപ്പം ഇനി നിങ്ങൾ ചീർപ്പോണ്ട് നന്നായി ചീന്തി നിങ്ങൾക്ക് എങ്ങനെ മുടി ഹെയർ സ്റ്റൈൽ വെച്ചാൽ അങ്ങനെ കെട്ടുക. കണ്ടല്ലോ? ഇപ്പം ഇങ്ങനെ കറുപ്പിക്കാനാണ് ഞാൻ ചെയ്യല് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് എങ്ങനെ വേണമെങ്കിലും കറുപ്പിക്കാം, നിങ്ങളെ സൗകര്യത്തിന്. ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുക്കാനും ഒക്കെ ഇരിക്കല്. ബദാമോ അല്ലെങ്കിൽ ഈ സാധനമോ ഞാനിങ്ങനെ കരിച്ചിട്ട് ഞാൻ അലോവേരയിലോ വെളിച്ചെണ്ണയിലോ നമ്മളുടെ ഇഷ്ടമാണ് കലക്കൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കലക്കി തേക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലേ? ഇപ്പം എൻ്റെ മുടി കറുത്ത് കാണില്ലേ? ഇപ്പോൾ ആ വകച്ചിൽ എങ്ങനെ നരണ്ടായിരുന്നതാ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി അല്ല ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരിത് ആഴ്ചയിൽ ഇത് കെമിക്കൽ ഇല്ലാത്തതുകൊണ്ടേ എല്ലാവരും മനസ്സിലാക്കണം. നമ്മളെ നല്ല മുടിക്ക് അത്യുത്തമമായ സാധനങ്ങളാണ് ഞാൻ ഈ വറുത്ത് ചേർത്തിട്ടുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ കെമിക്കൽ ഒരു തരി പോലും ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ മുടി കറുത്തില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിങ്ങനെ കുറേ കാലം ചെയ്യുമ്പോൾ നമ്മളെ മുടി സ്വാഭാവികമായിട്ട് കറുത്ത് വരികയാണ്. അല്ലാതെ ഇത് നമ്മളെ മറ്റേ ഡൈ പോലെ അങ്ങനെ കറക്കാനില്ല, നമ്മൾ ഈ കെമിക്കലുള്ള ഡൈ പോലെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, കുളിക്കുകയൊന്നും വേണ്ട, മനസ്സിലായല്ലോ? കുളി കഴിഞ്ഞിട്ടാണ് ഞാനിത് തലയിൽ അപ്ലൈ ചെയ്തത്. എനിക്ക് മനസ്സിലാവണില്ലേ? അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. മേക്കപ്പ് ഒന്നുമില്ല, കുളിച്ച് വന്നിട്ടാണ്, ഓടി വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഇതെല്ലാവരിലേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ മക്കളെ. ഇത് ഞാൻ തേക്കണ നമ്മളുടെ ക്യാരറ്റ് ഓയിലാട്ടോ. ഞാൻ ഇത് മുഖത്തും കഴുത്തിലും ചെവിയിലൊക്കെ ഇതാട്ടോ തേക്കുക. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖം നല്ല ഗ്ലോ കിട്ടും കേട്ടോ. എനിക്ക് കരിമങ്കല്ലിയൊക്കെ വന്ന സമയത്ത് ഞാൻ തേക്കലടങ്ങിയതാണ്. ഇതിൽ പേരൊന്നും കാണാത്തത് ഞാൻ ആൾക്കാർക്ക് കൊടുക്കണതല്ലേ. അപ്പോൾ ഒരു കുപ്പിയിലാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് അടി അയക്കണ്ടാണ്. പിന്നെ നമ്മളെ അടുത്ത് ദന്തപാലെണ്ണ ഉണ്ട് കേട്ടോ. കണ്ടോ? ഇതൊരു കെമിക്കലും ഇല്ല കേട്ടോ. നമ്മളോടത്തെ ഈ സാധനങ്ങൾ നമ്മൾ തന്നെ ടെറസിൻ്റെ മുകളിൽ വെയിലത്ത് വെച്ച് ഉണക്കണതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ആ വീഡിയോ. അപ്പോൾ ഇത് കയ്യിലും കാലിലും ഒക്കെ ഞാൻ നന്നായി തേക്കും കേട്ടോ. അപ്പോൾ ഈ കാലുമ്പിൽ കറുത്ത വടുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. നമുക്ക് ഈ കയ്യുമ്പിലൊക്കെ പെണ്ണുങ്ങളല്ലേ അടുക്കളയിൽ നമ്മൾ നിന്നിട്ടേ ചീനച്ചട്ടിയൊക്കെ തട്ടിയിട്ട് നമുക്ക് പൊള്ളൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് സ്ഥിരം തേച്ച് കഴിഞ്ഞാൽ നമ്മളെ ചർമ്മം നമ്മളെ ചുളിവൊക്കെ മാറി ഗ്ലോ ആവും. ഒന്നുമില്ല ഇതിലേ. സാധാ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയും ദന്തപ്പാലിൻ്റെ ഇലയും വെയിലത്ത് 7 ദിവസം വെച്ച് ഉണക്കണതാണ് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ ആവശ്യപ്പെട്ടോളൂ ഈ 2 എണ്ണ. പിന്നെ നമ്മളെ ഹെയർ ഓയിൽ അറിയാമല്ലോ, രാജീസ്, പിന്നെ എന്താ പറയുക, ഇതുണ്ട് എന്താ പറയുക, കേശസഞ്ജീവനി പറഞ്ഞിട്ടൊരു എണ്ണ ഉണ്ട്, ആമലകി പറഞ്ഞിട്ടൊരു എണ്ണ ഉണ്ട്. അപ്പോൾ നമ്മൾ 4 തരം എണ്ണ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏത് എണ്ണ വേണമെങ്കിലും 96 56 16 29 90 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.